ഞാൻ പറഞ്ഞില്ല ഇന്ന് വളരെ 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 സ്പെഷ്യൽ ആയിട്ടൊരു ഗസ്റ്റാണ് ഇന്ന് നമുക്കിപ്പം ലീഡേഴ്സ് മോർണിംഗിലുള്ളത്. ഇപ്പം മലയാളി സംഗീത പ്രേമികൾക്കിടയിൽ ഒരു ഇൻട്രോയുടെയും ആവശ്യമില്ലാത്ത ഒരു സിംഗർ, സോങ് റൈറ്റർ, മ്യൂസിക് പ്രൊഡ്യൂസർ ഒക്കെയാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത്. മലയാളത്തിൽ ആദ്യമായിട്ട് R&B എന്നൊരു ജോണർ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഇന്റർനാഷണൽ ഹിറ്റുകൾ ഉണ്ടാക്കിയ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സ്പോട്ടിഫൈ ഗ്ലോബൽ വൈറൽ 50 ഇടം പിടിച്ച ആരോൺ എന്ന എക്സോമാനിയാക്കാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. ആരോൺ, വെൽക്കം ടു ഹലോ മലയാളം. ഗുഡ് മോർണിംഗ്. ഹായ്. ഓ, ഫസ്റ്റ് ഓഫ് ഓൾ ആരോൺ, പക്ഷേ ഞാൻ നിങ്ങളുടെ ഭയങ്കര ഭീകര ഫാനാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സത്യം പറഞ്ഞാൽ ഇന്നലെ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല, അത്രയും എക്സൈറ്റഡ് ആണ്. ആൻഡ് ഐ എം സോ ഹാപ്പി ടു ഹാവ് യു ഹിയർ ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ടു ഹലോ മലയാളം. താങ്ക് യു. അപ്പോൾ ആരോൺ, ഞങ്ങളിവിടെ ഞങ്ങളുടെ സെറ്റൊക്കെ മൊത്തം വള്ളംകളിയുടെ ഇന്ന് വള്ളംകളിയാണ്. അപ്പോൾ വള്ളംകളിയുടെ ഒരു ആവേശത്തിലും ഓണം മൂഡിലും ഒക്കെയാണ്. 4 ദിവസം കഴിഞ്ഞാൽ തിരുവോണം വരാൻ പോവുകയാണ്. അപ്പം ഓണവിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എങ്ങനെ ആരോണിൻ്റെ ഓണവിശേഷങ്ങളൊക്കെ? ഓണവിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുംബൈയിലാണല്ലോ ഒരു കൊല്ലമായിട്ട് ജീവിതം. അപ്പോൾ അവിടെയൊക്കെ ഓണാഘോഷങ്ങളൊക്കെ കുറവാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് ഒരു ഷോ ചെയ്യാൻ വരുമ്പോഴാണ് ഇച്ചിരി ആ ഒരു ഓളം കിട്ടുന്ന ഓണത്തിൻ്റെയൊക്കെ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇനിയൊരു സദ്യയൊക്കെ ഉണ്ണണം. അങ്ങനെ ചെറിയ ചെറിയ പ്ലാനുകളേ ഉള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ വലിയ ഗംഭീര പ്ലാനുകളൊന്നും ഇല്ല. ഇവിടെ വരിക, ഒരു സദ്യ ഉണ്ടിട്ട് പോവുക. ഓക്കെ, ശരിക്കും പറഞ്ഞോളൂ, ഇപ്പം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ വിചാരിക്കുമായിരിക്കും നമ്മൾ ഈ അവതാരകരൊക്കെ ഇങ്ങനെ എക്സൈറ്റഡ് ആവാൻ പാടുണ്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും ചോദ്യം പോലും അല്ല, അത്രയും ഞാൻ എക്സൈറ്റഡ് ആണ്. ആരോൺ, എനിക്ക് തോന്നുന്നു മ്യൂസിക്കിലേക്ക് താങ്കൾ വരുന്നതിന് വളരെ മുമ്പ് തന്നെ ഇൻസ്റ്റയിൽ ഒരു അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി കണ്ടുപിടിച്ച പേരാണ് എക്സോമാനിയാക്ക് എന്ന്. എങ്ങനെ ഈ എക്സോമാനിയാക്കിലേക്ക് എത്തിയത്? അയ്യോ, അങ്ങനെ അതൊരു കുട്ടിക്കളീൻ്റെ ഭാഗമായിരുന്നു കേട്ടോ. ഞാനൊരു 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇൻസ്റ്റഗ്രാമൊക്കെ വരുന്നത്. 2016, 17 ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഡോട്ടും ഡാഷും കുത്തും 1, 2, 3 അങ്ങനെ നമ്പറൊന്നും ഇടാണ്ട് ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേരായിരുന്നു ആക്സോമേനിയ. കാരൻ കൊല്ലശാനി സെലസ്റ്റിൻ, അത് AKS എന്നാക്കിയിട്ട് അത് ചുരുക്കി ആക്സ് എന്നാക്കിയിട്ട് മേനിയാക്ക് തിട്ട് ഒരു അവല് വേണമല്ലോ അതൊന്ന് കൂട്ടി വായിക്കണം. അപ്പം അങ്ങനെ ആക്സോമേനിയാക്ക് നിട്ടു. അമ്മയുടെ പേര് നടുക്ക് വന്ന് സോമയെന്ന്. അപ്പം അങ്ങനെ ഇട്ടപ്പോൾ ഒരു കുട്ടിക്കളിക്ക് ഇട്ടു. അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലായിരുന്നു. അതിങ്ങനെ അന്നിട്ടത് ഇതുവരെ മാറ്റിയിട്ടില്ലെന്ന് മാത്രം. ഓക്കെ, 2016 ആദ്യത്തെ ആരോണിൻ്റെ ഇൻസ്റ്റാ പോസ്റ്റ് വരണം. ഇന്നിപ്പോൾ അതിന് 10 വർഷങ്ങളാവുന്നത് 2026. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പേരും ഇന്നത്തെ ആ ലൈഫൊക്കെ തമ്മിൽ മാച്ച് ആവുന്നുണ്ടോ? അന്നും ഇന്ന് തമ്മിൽ മാച്ച് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അന്നും ഇന്ന് തമ്മിൽ ഒരു മാച്ചും ഇല്ല കേട്ടോ. ആ പേരും ഉണ്ടാക്കുന്ന സംഗീതമായിട്ട് വലിയൊരു താരതമ്യം ഉണ്ടെന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ എങ്കിലും അന്ന് ഞാൻ ഒരു കുട്ടിക്കളീൻ്റെ ഭാഗമായിട്ട് ഇട്ട പേരും അന്ന് എന്താണ് മ്യൂസിക് ചെയ്യണമെന്നുള്ള അങ്ങനെ ഒരു പ്ലേ മൈൻഡ് സെറ്റ് ആയിരുന്നു. എന്തും ചെയ്യാൻ മടിക്കാണ്ട്, അത് എന്തും എക്സ്പെരിമെൻ്റ് ചെയ്യാൻ മടിക്കാത്തൊരു കുട്ടീൻ്റെ ഒരു കുട്ടികളീൻ്റെ ഭാഗം തന്നെയായിരുന്നല്ലോ ആക്സോമേനിയാക്ക്. അപ്പോൾ അതൊക്കെ കൂടെയാണ് ഞാൻ ഇന്ന് മ്യൂസിക് ചെയ്ത് കൊണ്ടു കിടക്കുന്നത്. കാരണം എഞ്ചിനീയറിംഗ് ക്വിറ്റ് ചെയ്ത് മ്യൂസിക് ചെയ്യുന്നത് ഒരു വലിയ എന്താ പറയുക, ഒരു സ്പെഷ്യൽ ചോദ്യമുണ്ട്. ഞാൻ ആ ചോദ്യത്തിലേക്ക് വരും. അത് നമ്മുടെ പ്രേക്ഷകർ അറിയേണ്ട ഒരു ചോദ്യമാണ്, എങ്ങനെ അങ്ങനെ ആയിന്ന്. ഇപ്പൊ ചെറുപ്പത്തിലെ തന്നെ ആരോണിനെ കർണാട്ടിക് സംഗീതവും അതേപോലെ തബലയൊക്കെ പഠിപ്പിക്കാൻ വിട്ടിരുന്നതായിട്ട് ആരോൺ തന്നെ ഏതൊക്കെയോ ഇന്റർവ്യൂവിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല, അത് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോവായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു പയ്യൻ പിന്നീട് എഞ്ചിനീയറിംഗിന് വേണ്ടി കോളേജിലേക്ക് എത്തുന്നു. പിന്നീട് കോളേജിൽ നിന്ന് ഈ കോഴ്സ് തന്നെ ഡ്രോപ്പ് ചെയ്ത് മ്യൂസിക്കിനെ കരിയറായിട്ട് ചൂസ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ആ ഒരു അവസ്ഥയിലേക്ക് താങ്കൾ എത്തിപ്പെട്ടത്? ഒരു പ്രത്യേകതര ഒരവസ്ഥയായിരുന്നു കേട്ടോ. കാരണം അന്ന് എഞ്ചിനീയറിംഗ് ഞാൻ TKM കോളേജിലാണ് പഠിച്ചിരുന്നത്, കൊല്ലത്ത്. അതൊരു ഗവൺമെൻറ് കോളേജായിരുന്നു അന്ന്. അവിടെ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ അത് ഭയങ്കര ഹെക്ടിക്കായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസ് പഠിത്തം. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ മ്യൂസിക് കൂടെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഉറക്കമില്ലായിരുന്നു. ഒരു ദിവസം കൂടിപ്പോയ 3-4 മണിക്കൂർ ഉറങ്ങത്തുള്ളായിരുന്നു. കാരണം സ്കൂളിൽ നിന്ന് കോളേജ് കഴിഞ്ഞ് വരിക, കോളേജിൻ്റെ പരിപാടികൾ തീർക്കുക, പിന്നെ മ്യൂസിക്കിന് വേണ്ടി ഇരിക്കുക, അങ്ങനെ അതിൻ്റെ മീറ്റിങ്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് അതൊരു 3-4-5 മണിയാവും രാവിലെ. എന്നിട്ട് പിന്നെ 8 മണിക്ക് പിന്നെയും കോളേജിൽ പോകാമെന്ന് പറയുന്നത് എപ്പോഴും
ഒരു എന്തോ അത് ഹെൽത്ത് വൈസ് എന്നെ കുറേ എഫക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു പരിധിക്കപ്പുറം എത്തിയപ്പോഴത്തേക്ക് ഐ വാസ് ലൈക്ക് അതൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും, ഒന്നെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ അക്കാഡമിക്സ്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ എത്തിയപ്പോഴത്തേക്കാണ് എനിക്കിങ്ങനെ യൂണിവേഴ്സൽ മ്യൂസിക്കിൽ നിന്നൊക്കെ കോൾ വരുന്നത്, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസൊക്കെ തരാൻ ആയിട്ട് അവർ മീറ്റിങ്സൊക്കെ വെക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു സമയത്ത് ഒരുപക്ഷെ മ്യൂസിക്കിനൊരു സമയം ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്കാവാൻ ചാൻസ് ഉണ്ട് എന്നൊരു ആശയം ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് മലയാളം മ്യൂസിക് വർക്ക് ചെയ്യും, മലയാളം സിനിമകൾ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു 2022. അതൊരു പീക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു അസെൻറ്റിലായിരുന്നു മലയാളം മ്യൂസിക്. അപ്പോൾ അതെല്ലാം കണക്ക് കൂട്ടിയിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുത്തത്. ഒരിക്കലും അതൊരു സെൻസിബിൾ തീരുമാനമൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല, കാരണം എപ്പോഴും അതൊരു റിസ്ക് തന്നെയാണ്. പക്ഷേ അന്ന് കോളേജിൽ എനിക്ക് ഒരു കൊല്ലം മാറി നിന്ന് മ്യൂസിക് ചെയ്തിട്ട് തിരിച്ച് കോളേജിലേക്ക് വരാം, ഡിഗ്രിയിലേക്ക് വരാം ഒരു ഫീച്ചറും കൂടി ഉണ്ടായിരുന്നു ആ ഡിഗ്രിക്ക്. അപ്പോഴത്തേക്ക് ഞാൻ മ്യൂസിക് ചെയ്തിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ മ്യൂസിക് വർക്കായതുകൊണ്ട് തിരിച്ച് പോയില്ലെന്ന് മാത്രം. ഓക്കെ, ഈ ആരോൺ ഭാഷാ അതിരുകളൊക്കെ കടന്ന് ആഗോള പോപ്പ് സംഗീതത്തിലേക്ക് പോയതാണ് അംശം. ഇപ്പം എക്സോ മാനിയാക്ക് എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ആരോൺ കൂടെയുള്ളപ്പോൾ അംശത്തിൻ്റെ ഒരു 4 വരി പ്ലീസ്. പാതാളം ഊരായാലും നീ എന്നെ വിളിച്ചാൽ ആഷാഢം, ഈ തത്തമ്മ പെണ്ണെന്നെ കടിച്ചാൽ ഞാൻ മുളകായി മാറും, പിന്നെ അവൻ എറിഞ്ഞാൽ ഇണയായി ഒരു ചിരിയും ചാർത്തും, മനസ്സില് മേൽ സത്തും കൈ കേറിയ അവതാരം, മനസ്സില് കൊടും തീയെല്ലാം കെടുത്തി അവളാലും, മനസ്സില് ഭാരം ഇറക്കി വെക്കുന്നതാകും, വിധിച്ചതും തൽക്കാലം അങ്ങനാണേൽ ശരിയാമേ, നിന്റെ പല കള്ളക്കഥകളും അലങ്കൃതമായി തീരാം, പകരുന്ന തരം പ്രവണതകളും കരളിതളായി വിരിയാം. ഓഫ്, എൻ്റെ മോനെ, ഈ പാട്ടുണ്ടാക്കിയ ഒരു ആവേശം ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ഭീകരമാണ്. അത് ആരോണിന് എത്ര മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. കേൾക്കുന്ന ഞങ്ങൾക്ക് ഓരോ വട്ടം കേൾക്കുമ്പോഴും വീണ്ടും കേൾക്കാനും വീണ്ടും കൂടാനും തോന്നിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അംശം. താങ്ക് യു സോ മച്ച് ഫോർ അംശം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കിടിലം ഒരു ഫീസ്റ്റ് തന്നതിന്. ആരോൺ ഇപ്പം ഒരു ക്ലാസിക് പിയാനോ ആർട്ടിസ്റ്റായിട്ട് തുടങ്ങി, അവിടെ നിന്ന് മ്യൂസിക് പ്രൊഡക്ഷനിലേക്ക്, പിന്നീട് പാട്ടെഴുത്തിലേക്കും ഒക്കെ വരുമായിരുന്നു. വളരെ ചെറിയ സമയത്തിൽ തന്നെ ഒരു ആർട്ടിസ്റ്റായിട്ട്, ഒരു ഇന്ത്യ ആർട്ടിസ്റ്റായിട്ട് ആരോണിന് മാറാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും ട്രാൻസിഷൻസ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെ ചെയ്യാൻ പറ്റിയേ? അത് പെട്ടെന്നിങ്ങനെ ഒരു ബേർഡ്സ് ഐ വ്യൂ നോക്കുമ്പോഴത്തേക്ക് എല്ലാം പെട്ടെന്ന് നടക്കുന്ന പോലെ തോന്നുമെങ്കിലും ഇതിൻ്റെ കുറേ ബാക്കിലേക്കുള്ളൊരു അണ്ടർ ദ ഹുഡ് കുറേ പണി എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടാവും. അതായത് ഇപ്പോൾ എഴുത്തായാലും ഒരു 9ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ ഇംഗ്ലീഷിലൊക്കെ എഴുത്ത് തുടങ്ങിയിരുന്നു. ആ സമയത്ത് ഇപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുമായിരുന്നു, പിയാനോ പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 12ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ മ്യൂസിക് പ്രൊഡക്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ കോവിഡൊക്കെ ഹിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് കുറേ സമയം ഉണ്ടായിരുന്നു മ്യൂസിക്കിനായിട്ട് ചിലവഴിക്കാൻ. കാരണം അന്ന് സ്കൂളിൽ പോകണ്ട, ഓൺലൈൻ ക്ലാസ്സിലിരുന്നാൽ മതി, അത് കയറിയിട്ട് ജോയിൻ ചെയ്തിട്ട് അവിടെ ഇരുന്നാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ട് പിയാനോ വായിക്കുമായിരുന്നു മ്യൂട്ട് ചെയ്തിട്ട്, അതായിരുന്നു എൻ്റെ പരിപാടി. അപ്പോൾ അങ്ങനെ പിയാനോ വായിച്ച് ആ സമയത്ത് ഞാൻ കവറുകളൊക്കെ ഇടുമായിരുന്നു, മ്യൂസിക് മറ്റേ കവർ പാട്ടുകളൊക്കെ ഇടുമായിരുന്നു. ബാക്കിയുള്ളവരുടെ പാട്ട് ഞാൻ തന്നെ പാടി, അത് ഇങ്ങനെ ഒരു ക്യാമറ മുമ്പിൽ വെച്ച് ട്രൈപോഡിൽ വെച്ച്, പിന്നെ അത് കമ്പ്യൂട്ടറിൽ പോയിട്ട് അതൊക്കെ എഡിറ്റ് ചെയ്ത് അത് പ്രൊഡ്യൂസ് ചെയ്ത് അതൊരു മ്യൂസിക് വീഡിയോ പരിവൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ കുറേ പ്രിപ്പയർ ചെയ്തിരുന്നു. ഇപ്പോൾ ആസ് എ ഫിലിം മേക്കർ ആയാലും ആസ് എ പ്രൊഡ്യൂസർ ആയാലും അങ്ങനെ കുറേ പ്രിപ്പറേഷൻസ് ആ ഒരു പ്രോസസ്സിൽ നിന്ന് വന്നിരുന്നു. പിന്നെ കോവിഡ് തീരാറായപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് നമുക്ക് സ്വന്തം പാട്ടുകൾ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ ആഴ്ചയിൽ നമ്മൾ ഗൂഗിൾ മീറ്റ് വഴി 3 പാട്ടുകളൊക്കെ ഉണ്ടാക്കി. കാരണം അന്ന് ചുമ്മാ കവർ മ്യൂസിക്കിന് ചെയ്തിരുന്ന പ്രൊഡക്ഷൻ പരിപാടികളായാലും വീഡിയോ എഡിറ്റിംഗ് പരിപാടികളായാലും എല്ലാം യൂസായിട്ട് വന്നു സ്വന്തം മ്യൂസിക് ചെയ്തപ്പോഴത്തേക്ക്. പിന്നെ അതൊരു മെയിൻ തിങ് ആയിട്ട് തന്നെ എടുക്കാമെന്ന് മാത്രം. അത് ആക്ച്വലി നാച്ചുറലി വന്നൊരു പരിപാടി. കാരണം അന്ന് അത്രയും കാലം പിയാനോ കവർ ചെയ്താലും മ്യൂസിക്കായിട്ട് ഇങ്ങനെ പാട്ടുകൾ കവർ ചെയ്താലും ഇതെല്ലാത്തിലും പ്രൊഡക്ഷനും എഡിറ്റിങ്ങും സോങ് റൈറ്റിങ്ങും. ഇപ്പം ഞാൻ കവർ ചെയ്യുമ്പോൾ പോലും ബാക്കിയുള്ളവരുടെ പാട്ടുകൾ എൻ്റെ
വേഴ്സ് ഞാൻ എപ്പോഴും ഇടുമായിരുന്നു. പിന്നെ 2022 ആയപ്പോഴാണ് മലയാളത്തിലേക്ക് ഇങ്ങനെ മാറിയത്. മലയാളത്തിൽ എഴുതിയാലോ, കാരണം എൻ്റെ മലയാളം അത്ര എന്താ സ്ഫുടതയുള്ള മലയാളമൊന്നുമല്ല. കാരണം ഞാൻ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിച്ചത്. ഞാൻ KVയിൽ എനിക്ക് മലയാളം പഠിപ്പിക്കാനൊന്നും ആരുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴൊക്കെയാണ് ഒരു മലയാളം പുസ്തകമൊക്കെ എടുത്ത്, ഈ കൊല്ലമാണ് ഞാൻ ആദ്യമായിട്ടൊരു മലയാളം പുസ്തകം വായിക്കുന്നത്. ഞാൻ ബഷീറൊക്കെ വായിച്ചല്ല വളർന്നു വന്നത്. അപ്പോൾ ഞാൻ ഈ കൊല്ലമൊക്കെയാണ് ബഷീർ വായിക്കുന്നത് ആദ്യമായിട്ട്. അപ്പോൾ അത് ഒരു വലിയ ട്രാൻസിഷനായിരുന്നു ഒരു പക്ഷേ മലയാളം എഴുത്ത്. ഇപ്പോഴും ശരിക്കും ആരോണ്ട് പറച്ചിലൊക്കെ ഭയങ്കര രസമുണ്ട്. നമുക്കിങ്ങനെ കേട്ടിരിക്കാൻ തോന്നുന്നു. ഇങ്ങനെ പറയുന്ന ആ ഒരു ഭയങ്കര താളത്തിൽ ഭയങ്കര ക്യൂട്ടായിട്ട് പറയുന്നുണ്ട്. ആരോണ്ട് വരികൾ ആക്ച്വലി ഭയങ്കര രസമാട്ടോ, ഭയങ്കര ഭംഗിയുള്ള വരികളാണ്. ഇപ്പം ജീവിച്ച കഥകളാണ് പലതും ഈ പാട്ടുകളിലുള്ളതെന്ന് ആരോൺ ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഈ എഴുത്ത് എങ്ങനെയാണ് വരുന്നത്? അത് വളരെ സമയമെടുത്ത് ആലോചിച്ചുണ്ടാക്കുന്ന വരികളാണോ, അതോ ഒരു ഫ്ലോയിൽ ഒരു ഒഴുക്കിൽ അങ്ങ് വരുന്നതാണോ ഈ വരികളൊക്കെ? വളരെ കൂടുതൽ സമയമെടുത്ത് ആലോചിച്ച് കൂട്ടുന്ന വരികളാട്ടോ ഇത്. പെട്ടെന്നൊന്നും വരത്തില്ല എനിക്ക്. ഞാൻ പണ്ട് ഇംഗ്ലീഷിൽ എഴുതുമായിരുന്നു, നിമിഷ കവിയായിരുന്നു, ഞാൻ പെട്ടെന്നൊക്കെ എഴുതി കൂട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ മലയാളത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ മാസങ്ങൾ തോറൊക്കെ ഇരിക്കും ഇങ്ങനെ 2 വരി 3 വരിയൊക്കെ വരാൻ. അംശമാണ് ഞാൻ ആക്ച്വലി ഏറ്റവും ടക്കൻ എഴുതിയ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു ഐ തിങ്ക് ഒരു 2-2.5 ആഴ്ച 3 ആഴ്ചയിൽ മൊത്തം പാട്ട് എഴുതി തീർക്കാൻ കഴിഞ്ഞു. പക്ഷെ അത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് എഴുതി തീർത്ത ഒരു പാട്ടാണ്. ബാക്കി അല്ലെങ്കിൽ കൺമഷി പോലത്തെ പാട്ടുകളൊക്കെ ഞാൻ മാസങ്ങൾ തോറും ഇരുന്നിട്ടുണ്ട് 2 വരിയൊക്കെ വരാനായിട്ട്. പക്ഷെ അതൊരു പ്രോസസ്സാണ്. ഞാൻ അതൊരു ചാലഞ്ചായിട്ട് തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് മാത്രം. കാരണം എനിക്കിതും പഠിക്കണമെന്നുണ്ട്. ഇതൊരു ലേണിംഗ് പ്രോസസ്സാണല്ലോ സോങ് റൈറ്റിംഗ്. ഭാഷയിലോട് ഇച്ചിരി കൂടെ കൈവശം വരുത്താൻ എന്നുള്ളത്. അപ്പോൾ അതും ചെയ്യുന്നു. ഓക്കെ. ഇപ്പം കേരളത്തിൽ നിന്ന് ഇപ്പം മുംബൈയിലാണ് കുറച്ച് നാളായിട്ട് മുംബൈയിലാണ് ആരോൺ ഉള്ളത്. അപ്പം കേരളത്തിൽ നിന്ന് മുംബൈയിലേക്ക് അങ്ങ് മാറാനുള്ള കാര്യം എന്തായിരുന്നു? ആ പാട്ടിലും ആരോണിൻ്റെ ലൈഫിലൊക്കെ മുംബൈ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതൊരു നല്ല ചോദ്യം. മുംബൈയിലേക്ക് മാറാൻ മുംബൈ എന്നുള്ളൊരു സ്ഥലത്തേക്ക് എക്സാക്ട്ലി മാറാൻ അങ്ങനെ ഡിസിഷനൊന്നും ഇല്ലായിരുന്നു. കേരളത്തിൽ നിന്ന് കുറച്ച് മാറി നിൽക്കാൻ ഡിസിഷൻ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ എനിക്ക് എൻ്റേതായ ഒരു സ്പേസ്, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, അങ്ങനെയൊക്കെ നോക്കിയാണ് മുംബൈയിലെത്തിയത്. ആ സമയത്ത് മുംബൈയിൽ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു. ഈ പറയുന്ന ലേബൽ ഓഫീസുകളൊക്കെ അവിടെയായിരുന്നു. കുറച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തേക്ക് മാറാനുള്ള ഒരു തീരുമാനമായിരുന്നു മുംബൈ എന്നുള്ള ഈ മുംബൈ നഗരം എന്നുള്ളൊരു സ്ഥലത്തേക്ക് പോകുന്നത്. പിന്നെ അവിടെ ചെന്ന് മ്യൂസിക് എവിടെ വെച്ചും ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഇന്നതെന്നുള്ള ഒരു സ്റ്റുഡിയോയിൽ പോവുകയും ഒരു വീട്ടിൽ ചെന്ന് നിൽക്കുകയും അങ്ങനെ ഒന്നും ആവശ്യമില്ല. കേരളത്തിലായാലും മുംബൈയിലായാലും ബാംഗ്ലൂരിലായാലും ഹൈദരാബാദിലായാലും എവിടെ പോയാലും അംശവും പാപവും കൺമഷിയും കറുപ്പ് ഇതെല്ലാം വരുന്ന പാട്ടുകൾ തന്നെയാണ്. പക്ഷെ ആ സമയത്ത് കൂട്ടുകാരുണ്ടായിരുന്നപ്പോഴത്തേക്ക് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം തേടി അങ്ങ് പോയതാണെന്ന് മാത്രം. പിന്നെ അവിടെ ചെന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളെന്ന് പറയുന്നത് സ്വന്തം മുംബൈ ഭയങ്കര എക്സ്പെൻസീവ് സിറ്റിയാണ്. കേരളമൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ദിവസം ചിലവഴിക്കാൻ ചിലപ്പോൾ നമ്മൾ ഇവിടത്തേക്കാളും ഒരു 2 ഇരട്ടി 3 ഇരട്ടി പൈസ ചിലവുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങനെ മ്യൂസിക് നിന്ന് പൈസ ഉണ്ടാക്കി അവിടെ സർവൈവ് ചെയ്യണമെന്നുള്ള ലോജിസ്റ്റിക്കൽ പ്രശ്നങ്ങൾ ഇവിടത്തേക്കാളും കൂടുതലാണ്. അപ്പോൾ അവിടെ ചെന്ന് അതെല്ലാം പഠിച്ചപ്പോഴത്തേക്ക് ആക്ച്വലി അവിടെ ചെന്ന് സർവൈവ് ചെയ്യാൻ പറ്റിയപ്പോഴത്തേക്ക് എനിക്ക് ആക്ച്വലി വേറെ എല്ലായിടത്തും ചെല്ലുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഈസാണ്. കേരളത്തിലേക്ക് ഇപ്പം ഇനി ഒരു പക്ഷേ തിരിച്ച് ഷിഫ്റ്റ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ഞാൻ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതൊക്കെ ആക്ച്വലി കുറച്ചുകൂടി ഈസിയർ തീരുമാനങ്ങളാണ്. കാരണം ഏറ്റവും പാടുള്ള തീരുമാനം ഞാൻ ഓൾറെഡി എടുത്തു. പക്ഷെ അത് തരണം ചെയ്യാൻ പറ്റിയതുകൊണ്ട് ആക്ച്വലി ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. ഓക്കെ. ആരോൺ, പാപത്തിന്റെ 2 വരി പ്ലീസ്. വീഞ്ഞു വീശും കാറ്റിൽ ഈ എഴുതും പാട്ടിൽ ഈ പറയും വാക്കിൽ പാഠങ്ങൾ താണ്ടിരുട്ടും കാട്ടിൽ ഞാൻ തേടും വാതിൽ അലയും കാട്ടിൽ കാലങ്ങളായി ഈ വഴികളിലൻ പാപമായി ശാപമായി നീ തരും തണുപ്പൻ ഭാഗമായി ഭാരമായി വരികളിലൻ പാപമായി ശാപമായി നീ അണയുമിന്നൻ പ്രാണമായി ശ്വാസവുമായി വീണാലും തീർന്നാലും ഈ ഭാരമുണ്ടാവും എന്നാലും വരികളിലൻ പാപമായി ശാപമായി നീ
തരും തണുപ്പൻ ഭാഗമായി ഭാരമായി. ഓ മൈ ഗോഡ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്ക് വേണ്ടിയിട്ട് എക്സും എനിക്ക് ഇങ്ങനെ രണ്ടുപേരും പാടിത്തരുമെന്നൊക്കെ. വല്ലാത്തൊരു മൊമെൻറ്റ്. എനിക്ക് ഇതിനപ്പുറം ഒരു ഓണസമ്മാനം ഒന്നും കിട്ടാനില്ലാത്തൊരു ഫീലാണ് ഞാൻ ശരിക്കും. അരുൺ, ഞാൻ ഇപ്പം ഈ മലയാളം R&B ജോണർ അത് കൊണ്ടുവരുന്ന തന്നെ എനിക്ക് തോന്നുന്നു ആരോൺ ആണെന്ന്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതൊന്ന് വിശദീകരിക്കാമോ? ഈ ജോണറിൽ മലയാളം എഴുതുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടോ? ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം ആക്ച്വലി ഇച്ചിരി തെറ്റാണ് കേട്ടോ. ഞാനല്ല മലയാളം R&B ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഞാൻ അങ്ങനെ ഐ വുഡ് നോട്ട് ടേക്ക് ഓണർഷിപ്പ് ഓഫ് ദാറ്റ്. കാരണം ആക്ച്വലി നമ്മുടെ കുറേ സംഗീത സംവിധായകർ മലയാളം R&B വെച്ച് കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. 2002 മുതൽ, ഈവൻ 2002 1900 ഐ തിങ്ക് സമ്മർ ഇൻ ബത്ലഹേം 1998 ആയിരുന്നല്ലേ ആ പടം മുതൽ. ഐ തിങ്ക് ഐ ബീൻ ഹിയറിങ് R&B ചായവുള്ള കുറച്ച് പാട്ടുകൾ നമ്മുടെ മലയാള സിനിമയിൽ തന്നെ. അപ്പോൾ ആ കാലഘട്ടം മുതൽ നമ്മുടെ മ്യൂസീഷ്യൻസ് R&B വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ വന്ന് അത് മാത്രം ചെയ്യുന്നു എന്ന് പറയുന്നുള്ളെന്ന് ഉള്ളൊരു കാര്യം മാത്രം. പിന്നെ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഭാഗമാണ്. ഞാനിപ്പോൾ ഇൻഡി മ്യൂസിക് എന്ന് പറയുന്ന ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ സ്വന്തം ജീവിതത്തിലെ കഥകളും അതെല്ലാം കുറിച്ച് എഴുതുന്ന പാട്ടുകളായതുകൊണ്ട് അതിൻ്റെ ഒരു ബ്രാൻഡിങ് ഉണ്ട്. R&B ഹിപ്പ് ഹോപ്പിൻ്റെ ഒരു ഭാഗമാണ്. ഹിപ്പ് ഹോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ റാപ്പ് മ്യൂസിക്, നിങ്ങൾ കേൾക്കുന്ന റാപ്പ് മ്യൂസിക് എല്ലാം ഹിപ്പ് ഹോപ്പിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഹിപ്പ് ഹോപ്പിൻ്റെ വേറൊരു ഭാഗമാണ് R&B. അപ്പോൾ ഹിപ്പ് ഹോപ്പിൻ്റെ ഒരു 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 കോർ വാല്യൂ ഉള്ളതെന്ന് വെച്ചാൽ അതൊരു ഓണസ്റ്റി ഉള്ള സംഗീത ശൈലിയാണ്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ പച്ചയ്ക്ക് പറയുന്നൊരു ജോണറാണ് ഹിപ്പ് ഹോപ്പ് എന്നുള്ളത്. അപ്പോൾ R&Bക്ക് അങ്ങനത്തെ ഒരു ചായവുണ്ട്. അതായത് ഞാൻ പറയുന്ന പാട്ടുകളെല്ലാം ശരിക്കും എൻ്റെ ലൈഫിൽ നടക്കുന്ന കഥകളായതുകൊണ്ട് അതും ഹിപ്പ് ഹോപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് തീരുന്നതാണ്. അപ്പോൾ ഫിലിം മ്യൂസിക്കിൽ ആ ഒരു ക്വാളിറ്റി ഇല്ലെന്ന് മാത്രം. കാരണം അത് സിനിമ കഥയാണ് പാട്ടിൽ കൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഇതിനകത്ത് ഞാൻ എൻ്റെ കഥയാണ് പാട്ടിൽ കൂടെ പറയാൻ ശ്രമിക്കുന്നത്. ആ ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ എൻ്റെ ബ്രാൻഡിങ്ങിലും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറേ കൂടെ R&B ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ അല്ലെങ്കിൽ സോണിക്കലി, അതായത് മെലഡി വൈസ് ആയാലും പ്രൊഡക്ഷൻ വൈസ് ആയാലും R&B കാര്യങ്ങളൊക്കെ നേരത്തെ R&B പോലത്തെ പാട്ടുകൾ നേരത്തെ മലയാള സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മലയാളത്തിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം 2-3 പാട്ടൊക്കെ എഴുതുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് ഞാനൊരു ഇംഗ്ലീഷ് പാട്ട് എഴുതിയിട്ട് അതിനകത്ത് മലയാളം ഇട്ട പോലെ എനിക്ക് തോന്നിയിരുന്നു ആദ്യമൊക്കെ. കാരണം അങ്ങനെ കുറേ റെഫറൻസുകളും ഇല്ല നമ്മുടെ മലയാള സിനിമയിൽ. ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു 5-6-7-8 പാട്ടുകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ എനിക്കറിയാവുന്നത്. അപ്പോൾ കുറേ റെഫറൻസ് പോയിന്റുകളും ഇല്ല. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കഥകൾ കുറേയൊക്കെ മലയാള സിനിമയിൽ കണ്ടുവന്ന കഥകളല്ല. അപ്പോൾ ആ വിഷയങ്ങളെക്കുറിച്ച്, ചർച്ചാ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ എങ്ങനെ മലയാളത്തിൽ എഴുതും, അതൊരു പാട്ടായിട്ട് എങ്ങനെ എഴുതും എന്നുള്ള കുറേ കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഞാൻ എഴുതാൻ ശ്രമിക്കുന്ന കുറേ പാട്ടുകൾക്ക് അതിൻ്റേതായ എന്താ പറയുക, ഉദ്ദേശിക്കുന്ന വാക്കുകളോ വരികളോ കിട്ടാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ട് വരുന്ന കാരണം വേറെ പാട്ടുകൾ വഴി അല്ലെങ്കിൽ വേറെങ്കിലും സിനിമകളൊക്കെ വഴി എനിക്ക് അതിൻ്റെ റെഫറൻസുകളൊന്നും കിട്ടാറില്ല. അപ്പോൾ അത് ഞാനിപ്പോൾ തരണം ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതായത് എങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങളൊക്കെ മലയാളത്തിൽ കൂടെ പറയാൻ പറ്റും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബട്ട് അല്ലെങ്കിൽ R&B ഭയങ്കര മെലഡി ഫോക്കസ് ആണ്. അല്ലെങ്കിൽ R&B ഇപ്പോൾ മലയാള സിനിമ പാട്ടുകൾ പോലെ തന്നെ ഭയങ്കര മെലഡി ഫോക്കസ് പാട്ടുകൾ. അപ്പോൾ അത് ആ ഒരു രീതിയിൽ തന്നെ അങ്ങ് പോകും. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇപ്പം നമ്മുടെ മലയാളം മ്യൂസിക് ഡയറക്ടേഴ്സിൽ പണ്ട് ആരോൺ ഏറ്റവും കൂടുതൽ കേട്ടിരുന്നതും ഇൻസ്പയർഡ് ആയതും ഇപ്പോൾ കേൾക്കുന്നതും ഒക്കെ ആരുടെ പാട്ടുകളാണ് മലയാളത്തിൽ? പണ്ട് കേട്ട് വളർന്നത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ എപ്പോഴും റേഡിയോ വെച്ചിട്ടായിരുന്നു നമ്മൾ ഭക്ഷണം കഴിക്കാറ്. രാത്രിയൊക്കെ എല്ലാ ദിവസവും റേഡിയോ വെക്കും. അപ്പോൾ റേഡിയോയിൽ പ്ലേ ചെയ്തിരുന്ന പാട്ടുകളാണ് ഞാനും കൂടുതൽ കേട്ടിരുന്നത്. അപ്പോൾ അത് ഇങ്ങനെ വിദ്യാസാഗർ, ജോൺസൺ മാഷ്, ഇവരുടെയൊക്കെ പാട്ടുകൾ എന്തായാലും ഉണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ ഞാൻ റെസനേറ്റ് ചെയ്ത കൂടുതൽ ഗോപി സുന്ദർ, ദീപക് ദേവ്, ഇവരുടെയൊക്കെ പാട്ടുകളാണ്. ഗോപി സുന്ദറും ദീപക് ദേവാണ് ഞാൻ ഇപ്പോഴും കേൾക്കുന്നത്. വാതിലിൽ, കണ്ണിനിമ പിച്ച വെച്ച നാൾ, ഇങ്ങനത്തെ കുറെ പാട്ടുകളൊക്കെയാണ് ഞാൻ ഇപ്പോഴും റൊട്ടേഷനായിട്ട് കേൾക്കുന്നത്.
ഇല്ല ഇല്ല ഇല്ല. ബാക്കിയുള്ളവരുടെ പാട്ട് പാടുമ്പോഴത്തേക്ക് എനിക്ക് ആക്ച്വലി ചമ്മലാണ്. ഞാൻ ആക്ച്വലി അങ്ങനെ പാട്ട് പാടുന്ന കൂട്ടത്തിലല്ല കേട്ടോ. ഞാൻ പാട്ട് പാടി തുടങ്ങിയത് മൈക്കിൻ്റെ മുമ്പിലാണ്. അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു സ്റ്റേജിലോ പണ്ടോ പള്ളിയിലോ സ്കൂളിലോ അങ്ങനെ പാടുന്ന കൂട്ടത്തിലല്ലായിരുന്നു. അതെനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. ഇന്ന് എൻ്റെ പാട്ടുകൾ പാടുമ്പോൾ പോലും എനിക്ക് ഇച്ചിരി കൂടുതൽ ചമ്മലാണ്. അപ്പോൾ വേറൊരാളുടെ പാട്ട് പാടുമ്പോഴത്തേക്ക് എനിക്ക്, കാരണം ഞാൻ വലിയ ഗായകനൊന്നുമല്ല. ഞാനിപ്പോൾ പ്രൊഡക്ഷനാണ്, എഴുത്താണ്, ഇപ്പോൾ ഫിലിം മേക്കിംഗ് ആണ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് ഞാൻ ഒരു ഗായകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉള്ള ഒരു പുള്ളിക്കാരനാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വേറെ പാട്ടുകളൊന്നും എടുത്തൊക്കെ പാടാറില്ല. എനിക്ക് പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആരോണിന് ഒരു ഇന്റർനാഷണൽ ഫെയിം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള പ്ലാനുകളൊക്കെ എന്താണെങ്കിലും ഇതിലും വലിയ ക്യാൻവാസിലായിരിക്കുമല്ലോ. എന്തൊക്കെയാണ് നെക്സ്റ്റ് പ്രോജക്ട്സ്? സ്കെയിലും കാര്യങ്ങളൊക്കെ വരുന്നിടത്ത് വെച്ച് നോക്കാന്നുള്ളതല്ലാണ്ട് കുറച്ച് പ്രോജക്ട്സ് എന്തായാലും ലൈൻഡ് അപ്പാണ്. ഇപ്പോൾ നേരത്തെ എഴുതിയൊരു പാട്ടുണ്ട്, കറുപ്പ് എന്ന് പറഞ്ഞൊരു പാട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മ്യൂസിക് വീഡിയോ പെട്ടെന്ന് തന്നെ നമ്മൾ പുറത്തേക്ക് വിടും. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു പേഴ്സണലായിട്ടുള്ള പാട്ടാണ്, കറുപ്പ് എന്നുള്ള പറഞ്ഞുള്ള പാട്ട്. അതായത് ഞാൻ കറുത്താണല്ലോ, ചർമ്മം ഇച്ചിരി ഡാർക്ക് സ്കിൻ ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു പുള്ളിക്കാരന് ഞാൻ നേരിട്ട കുറേ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവില് വരവത്തിൽ എഴുതി കൂട്ടി ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാട്ട് പെട്ടെന്ന് വരും. അപ്പോൾ അത് ഭയങ്കര ഒരു പേഴ്സണൽ പാട്ടാണ്. അതിനൊരു മ്യൂസിക് വീഡിയോ ചെയ്യണമെന്ന് കഴിഞ്ഞ കൊല്ലം മുതൽ നമ്മൾ പ്ലാനൊക്കെ ഇട്ടതാണ്. അത് ഈ കൊല്ലം ആയപ്പോഴാണ് നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റിയത്. അത് വരും. പിന്നെ അങ്ങോട്ട് മന്മഥൻ, നമ്മളിപ്പോൾ അംശത്തിൽ തുടങ്ങി വെച്ചൊരു കഥയുണ്ടല്ലോ, മന്മഥൻ്റെ കഥ. അത് എങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തീകരിക്കാൻ നോക്കുന്നുണ്ട് ഞാൻ, 2-3 പാട്ടുകൾ കൂടെ, അതിൻ്റെ മ്യൂസിക് വീഡിയോകളൊക്കെ കൂടെ. അപ്പോൾ അതും പൈപ്പ് ലൈനിലാണ്, അതും ഒരു പ്ലാനാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഈ കൊല്ലത്തിൽ പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുന്നു. അതിൽ പലതും വരും, പലതും അടുത്ത കൊല്ലത്തിലേക്ക് മാറും. അത് ലോജിസ്റ്റിക്. ഞാൻ വേറൊരു വമ്പൻ കൊളാബ് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ആരുമായിട്ടായിരിക്കും എന്ന കാര്യം വേണം എനിക്ക് ഇപ്പോൾ അറിയാൻ. ഒരു ഇന്ത്യൻ ആർട്ടിസ്റ്റ് അല്ലാതെ ലൈക്ക് മാർട്ടിൻ ഗാരിക്സ്, എഡ് ഷീറാൻ, ഡേവിഡ് ഗ്വിറ്റെ, ആരുമായിട്ടാണ് അടുത്ത കൊളാബ്? അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനിങ്ങനെ ഈവൻ MHR പോലും കൊളാബാവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ച കാര്യമല്ല. MHR ആണ് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പാട്ടുകൾ കേട്ട് എന്നെ റീച്ച് ഔട്ട് ചെയ്തത്. അപ്പോൾ അദ്ദേഹം അത്രയും സപ്പോർട്ട് കാണിച്ചപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനൊരു പാട്ട് അയച്ചു കൊടുക്കുകയും അങ്ങനെ അംശം പതിയെ ഇവിടെ ഞാൻ ആക്ച്വലി ഇപ്പോൾ ഞാൻ കോഴിക്കോടാണ് നിൽക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോടിൽ വന്നത് മഞ്ചേരി പോകാനാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാനാണ് കഴിഞ്ഞ കൊല്ലം ഡിസംബർ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഞാൻ ഒട്ടും അങ്ങനെ ഈ കൊളാബും കാര്യങ്ങളൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്ത് സ്ട്രാറ്റജൈസൊക്കെ ചെയ്ത് പോകുന്ന ഒരു പുള്ളിക്കാരനല്ല. അത് വരുന്നിടത്ത് വെച്ചിങ്ങനെ കാണും, അത് വർക്കാവും. കാരണം ഈവൻ നമ്മളൊരു വലിയ കൊളാബായാലും വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയാലും അത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പാട്ടിന് വർക്ക് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പാട്ടിൽ വർക്ക് ചെയ്യുന്നത് ഇതുവരെ ഒരു പാട്ട് ഇറക്കാത്തൊരു പുള്ളിക്കാരൻ്റെ വേഴ്സായിരിക്കും, പുള്ളിക്കാരിയുടെ വേഴ്സായിരിക്കും. റൈറ്റ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഫോക്കസ് ചെയ്യുന്നൊരു ആളാണ്. ഇപ്പോൾ ഈ ഒരു പാട്ടിന് ഏത് വോയിസാണ്, ഏതാളുടെ പെർസ്പെക്റ്റീവാണ് ചേരുന്നത്, കാഴ്ചപ്പാടാണ് ചേരുന്നത്, അത് അങ്ങനെ നോക്കിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അത് എത്ര വലിയതായാലും ചെറിയ ആർട്ടിസ്റ്റ് ആയാലും വിഷയമില്ല. അത് ആക്ച്വലി ആ പാട്ടിന് ചേർന്ന് പോയാൽ മതി. ഇപ്പോൾ ഈവൻ അംശത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനുണ്ട്, ഭൂമിക്കയുണ്ട്, MHR ഉണ്ട്. ഈ 3 പേർക്കും വേറെ വേറെ കാഴ്ചപ്പാടാണ്. പക്ഷെ ആ ഒരു സബ്ജക്റ്റ് മാറ്ററിൽ അവർക്ക് എല്ലാവർക്കും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ പാട്ടിനത് വർക്കായത്. അതൊട്ടും പ്ലാൻ ചെയ്തതല്ല. അത് വന്നപ്പോഴത്തേക്ക് അത് കേട്ടപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നു. അത് എഴുതിയ വരികളെല്ലാം ചേർന്ന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തത്. അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. ഇങ്ങനെ ഒരു 5-6 ഗസ്റ്റ് വേഴ്സസ് ഒക്കെ ഉണ്ട്. അവസാനം നമ്മളെല്ലാം കറങ്ങിത്തിരിഞ്ഞ് വേറൊരാളിലേക്ക് പോകും. അത് പാട്ടനുസരിച്ച് പോകുന്നതാണ്. ഇപ്പോൾ ഒരു പ്ലാനൊന്നുമില്ല അതിനായിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് എത്രയും വേഗം നടക്കട്ടെ. ഒരു പുതിയൊരു വമ്പൻ കൊലാബ് കൂടി പ്രതീക്ഷിക്കണം. ഈ വർഷം തന്നെ നടക്കും എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. അങ്ങനെ നടക്കട്ടെ. ആരോൺ, ഇപ്പോൾ പാപമാണോ, അംശമാണോ, അതോ കൺമഷിയാണോ? ഇതിൽ ഏതാ പേഴ്സണൽ ഫേവറേറ്റ്? ഏതാ? അങ്ങനെ ഒരു ഫേവറേറ്റ് ഉണ്ടോ? 3 സ്വന്തം കുഞ്ഞുങ്ങളാണ്. കൺമഷിയാണ്. ഓക്കെ ഓക്കെ. 3 സ്വന്തം കുഞ്ഞുങ്ങളാണ്. പക്ഷെ എനിക്കൊരു ഫേവറേറ്റ് കുഞ്ഞുണ്ട് കേട്ടോ. എനിക്കൊരു ഫേവറേറ്റ് കുഞ്ഞുണ്ട്. കൺമഷിയാണ് എൻ്റെ ഫേവറേറ്റ്. കാരണം അങ്ങനെ കൺമഷിയുടെ 2 വരി പ്ലീസ്. ആദ്യമായിട്ട് മൊത്തം മലയാളത്തിൽ കൺമഷി. എല്ലാ പദങ്ങളും കരുതി ഞാൻ തേടുന്നിതാ ഈ നൊമ്പരങ്ങളിൽ വഴുതി ഞാൻ
വരമായി മന്മഥൻ തഴുകിയിടാൻ കേണുന്നിതാ തടയാൻ വന്നവർക്കർഹി ഞാൻ പേറുന്നിന്ന വീണതോപാനമായി വീഴ്ചയും ദാനമായി നീ തരും വേദനകളുമാറി പെയ്തതും അറിവിൽ കാലമായി വേദം മാറ്റി എഴുതാം കഥയായി മാറും നാളെ ഞാനും വാഴും നാളെ തേടും ഉത്തരങ്ങളി മുടിയാൽ ഇണയും എണ്ണയിൽ തപ്പി എൻ കൺമഷി തേടും ഉത്തരങ്ങളി ഈ കൈവളകൾ കേൾക്കേ നേരുത്തരങ്ങൾ ഏറെ. ഇപ്പം ഇതിൽ ഏതിലാണെങ്കിലും പാപമാണെങ്കിലും അംശമാണെങ്കിലും കൺമഷിയാണെങ്കിലും ഒക്കെ നോക്കിയാൽ ഇത് വിഷ്വലി വമ്പനാണ്, വിഷ്വലി ഭയങ്കര റിച്ചാണ്. അപ്പം ഈ ഓരോന്നും ചെയ്യുമ്പോഴും അതിൽ ആരോണിൻ്റെ ഇടപെടൽ, വിഷ്വലി ആരോണിൻ്റെ ഇടപെടൽ എത്രത്തോളമാണ്? വളരെ കൂടുതലാണ്. അതാണ് എൻ്റെ പ്രശ്നവും ആക്ച്വലി. കാരണം ഇപ്പോൾ ഒരു പാട്ടുണ്ടാക്കിയിട്ട് അവിടെ തീരില്ല. ഞാൻ ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ടായിരിക്കും അത് സ്ക്രിപ്റ്റ് ചെയ്യാനിരിക്കുക. പിന്നെ അത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ പല പ്രോജക്റ്റുകളിലും ഞാനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഷുവർ കൺമഷി എൻ്റെ കൂട്ടുകാരനായിട്ട് കലയിടം എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനാണ് ഡയറക്റ്റ് ചെയ്തത്. പിന്നെ അതിനുശേഷം പാവം ചെയ്തപ്പോഴത്തേക്ക് മാധവൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനാണ് ഡയറക്റ്റ് ചെയ്തത്. ഇവർ രണ്ടുപേരുടെയും സ്ക്രിപ്റ്റുകൾ നമ്മൾ ഒരുമിച്ചിരുന്നാണ് എഴുതിയത്. പിന്നെ കൺമഷി പക്ഷേ എഡിറ്റ് ചെയ്തത് ഞാനാണ്. ഇപ്പോൾ അംശം ഞാൻ കോ ഡയറക്റ്റ് ചെയ്തതാണ് എൻ്റെ കൂട്ടുകാരായിട്ട്. പിന്നെ അതും എഡിറ്റ് ചെയ്തത് ഞാനാണ്. ഇപ്പോൾ കറുപ്പും ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരായിട്ട് കൂടെ ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് സ്ക്രിപ്റ്റ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും പലതിൻ്റെയും ബാക്കിൽ ഞാൻ തന്നെയാണ്. അപ്പോൾ അത് എൻ്റെ ഇൻവോൾവ്മെൻറ്റ് അതിൽ വളരെ കൂടുതലാണ്. കാരണം എനിക്ക് ചില പാട്ടുകളിൽ ഞാൻ എഴുതി വെച്ചതിൽ ചിലപ്പോൾ തൃപ്തി വരില്ല. ഇപ്പോൾ പാപം പോലത്തെ പാട്ടുകൾ എനിക്ക് എഴുതിയിട്ടും എനിക്ക് അത്ര തൃപ്തി വന്ന പാട്ടുകളൊന്നുമല്ല. അപ്പോൾ ഞാനത് സ്ക്രിപ്റ്റും കൂടെ എഴുതി ആ കഥ എങ്ങനെയെങ്കിലും കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാൻ പറ്റുമോ, ഒരു കഥയിൽ കൂടെ ഒരു തിരക്കഥ വഴി പറയാൻ പറ്റുമെങ്കിൽ അത് അങ്ങനെ ഒരു പരിപാടി നോക്കുന്ന ഒരു പുള്ളിക്കാരനാണ്. അപ്പോൾ ഇങ്ങനെ മ്യൂസിക് വീഡിയോസും വിഷ്വലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. അപ്പോൾ അതിൽ ഭയങ്കര ഇൻവോൾവ്മെൻറ്റ് കൂടുതലുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഒരു കൊല്ലത്തിൽ 2-3 പാട്ടുകൾ വന്നാൽ അതിൻ്റെ മ്യൂസിക് വീഡിയോയും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ അങ്ങനെ കുറച്ചുകൂടെ സമയം പോകും. അപ്പോൾ ഞാനതൊരു ഒരു കൊല്ലത്ത് 2 ഷോർട്ട് ഫിലിം ഇടുന്ന രീതിക്കാണ് ഞാനത് നോക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര പ്രഷർ വന്നു ഞാൻ പാട്ടിടുന്നില്ലേ എന്നുള്ള രീതിക്ക്. പക്ഷേ ഇതും കൂടെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്നെ സെൽഫ് സൂത്ത് ചെയ്ത് ഞാൻ പറഞ്ഞു ഒരു കൊല്ലത്തിൽ 2 ഷോർട്ട് ഫിലിം ഇടുകയാണ്. അപ്പോഴത്തേക്ക് അതിൻ്റെ എഫേർട്ട് ഉണ്ട് ഈ മ്യൂസിക് വീഡിയോയുടെ അകത്തും. കാരണം ഒരു റെഗുലർ മ്യൂസിക് വീഡിയോ പോലെയല്ല, പെർഫോമൻസ് ഷോട്ടൊക്കെ ചെയ്യുന്നൊരു മ്യൂസിക് വീഡിയോ അല്ല. എൻ്റെ അകത്ത് കഥയുണ്ട്, അത് ഒരു തിരക്കഥയുണ്ട്. ആ കഥ പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കുന്നതാണ് വിഷ്വൽ മീഡിയം വെച്ച്. അപ്പോൾ എൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ കൂടുതലാണ് ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ അരുൺ, എനിക്കറിയാം ഞാൻ കുറേ അധികം സമയം എടുക്കുന്നുണ്ട്. 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അരമണിക്കൂറിലേക്ക് എത്താൻ പോകണം. ഒരു കാര്യം കൂടി വെച്ചാൽ അവസാനിപ്പം ഇപ്പം നമ്മുടെ പുതിയ ജനറേഷനിലെ ഒരുപാട് കുട്ടികൾ ആരോണിൻ്റെ ഫാൻസാണ്. മാത്രമല്ല ആരോണിനെ ഒരു ഇൻസ്പിറേഷനായിട്ട് അവർ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ തലമുറയോട് എന്താ പറയാനുള്ളത്? ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാന്നുള്ളത് ഐ തിങ്ക് ഞാനിപ്പോൾ മ്യൂസിക്കിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞു തരാനൊന്നും ആൾക്കാരില്ലായിരുന്നു. കാരണം മ്യൂസിക് എപ്പോഴും ഇപ്പോഴും ഭയങ്കര ഒരു റിസ്കി ബിസിനസ്സാണല്ലോ. കാരണം ഇന്ന് കാശുണ്ട് നാളെ ഇല്ല, ഇന്ന് ഷോ ഉണ്ട് ചിലപ്പോൾ നാളെ ഇല്ല, ഇന്നൊരു ഹിറ്റുണ്ട് നാളെ ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ചോദ്യങ്ങൾ ചോദിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കി കുറേ റിഫോംസ് വരാനുണ്ട് ഈ സ്പേസിൽ. കുറച്ചുകൂടെ കമ്മ്യൂണിറ്റി ഫോം ആവാനുണ്ട്, യൂണിയനുകൾ ഫോം ആവാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ടൊരു യൂണിയൻ ഇല്ല, എന്തുകൊണ്ടൊരു മിനിമം എന്താ പറയുക വേജ് ഇല്ല ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ, ഈ ഒരു ഇൻഡസ്ട്രിയിൽ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ കുറച്ചുകൂടെ എളുപ്പമാവും മ്യൂസിക് ചെയ്യാൻ. മ്യൂസിക് ഒരു സസ്റ്റൈനബിളായിട്ട് ഒരു ജോബായിട്ട് കൊണ്ട് നടക്കാൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക, ഡെഫിനറ്റ്ലി മ്യൂസിക് ഉണ്ടാക്കുക ഫിയർലെസ് ആയിട്ട്. പക്ഷേ ഐ തിങ്ക് നമ്മൾ കുറച്ചുകൂടെ പ്രൊആക്റ്റീവ്ലി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി കുറച്ചുകൂടെ ഒരു ഓർഗനൈസ്ഡ് രീതിയിൽ മൂവ് ആവും. അപ്പോൾ
ഓക്കെ നിങ്ങൾ പുതുതായിട്ട് വരുന്ന മ്യൂസീഷ്യൻസ് അതിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ ഓക്കെ വ്യക്തമാണ്. ആരോട് എനിക്കിനി ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ കസിൻസ് ഉണ്ട്, ഹരിയും ശ്രീനന്ദയും, രണ്ടുപേരും ആരോണിൻ്റെ എന്തമ്മേ ഒരു എന്നെക്കാൾ ഞാൻ ഇത്രയും ഫാനാണെങ്കിൽ അവർ എത്ര ഫാനാന്നുള്ള കാര്യം ഒരു പക്ഷേ ഊഹിക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെ നമ്മൾ ഒരു മരണ ഫാൻ എന്നൊക്കെ പറയില്ല, അമ്മാതിരിയാണ്. അപ്പം രണ്ടുപേർക്കും ഒരു ഹായ് പറയാമോ പ്ലീസ്, ഹരിക്കും ശ്രീനന്ദയ്ക്കും? ഹലോ ഹരി, ഹലോ ശ്രീനന്ദ. ഓക്കെ, താങ്ക് യു അരുൺ, താങ്ക് യു സോ മച്ച് ഫോർ ഞങ്ങൾക്കൊപ്പം വന്നതിന്. ഈ വർഷം അടിപൊളിയാവട്ടെ, ഒപ്പം നല്ലൊരു ഓണക്കാലം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്.